തൃശൂർ നഗരത്തിന് പതിവ് പോലെ നല്ല തിരക്കായിരുന്നു. തൻ്റെ ചെറിയ പച്ചക്കറിത്തട്ട് ഒതുക്കി വെച്ച് കൃഷ്ണൻ ആകാശത്തേക്ക് നോക്കി. തുളച്ചു കയറുന്ന വെയിലിന് ഒരു ശമനവുമില്ല. പതിറ്റാണ്ടുകളുടെ അധ്വാനം ആ കൈകളിൽ പരുക്കൻ തഴമ്പുകളായി രൂപം കൊണ്ടിരുന്നു. എങ്കിലും ആ കൈകൾ ഓരോ പച്ചക്കറിയും അടുക്കി വെച്ചത് ഒരു കുഞ്ഞിനെ താലോലിക്കുന്ന വാത്സല്യത്തോടെ ആയിരുന്നു. പച്ചക്കറികൾ അയാളുടെ അന്നം മാത്രമല്ലായിരുന്നു, ആത്മാഭിമാനത്തിൻ്റെ ചിഹ്നം കൂടിയായിരുന്നു. ഓരോ വണ്ടിയുടെ ഹോണടി ശബ്ദത്തിലും ആളുകളുടെ ബഹളത്തിലും കൃഷ്ണന്റെ മനസ്സ് അസ്വസ്ഥമായില്ല. വർഷങ്ങളായി ഈ തെരുവ് അയാളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഭാര്യ അംബിക ഒരു മഴക്കാലത്ത് പനി പിടിച്ച് യാത്രയായപ്പോഴും കൃഷ്ണന് അറ്റാക്ക് വന്ന് തളർന്നപ്പോഴും കൈക്കുഞ്ഞായിരുന്ന രാധികയെ കൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്നു മുതൽ ഈ തെരുവ് അയാൾക്ക് അഭയം നൽകി. ഈ തട്ടിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് രാധിക പഠിച്ചതും വളർന്നതും. ഇന്ന് നഗരത്തിൽ നല്ലൊരു സർക്കാർ ജോലി നേടി സ്വന്തം കാലിൽ നിൽക്കുന്നതും. രാധിക, ആ പേര് മനസ്സിലോർത്തപ്പോൾ കൃഷ്ണന്റെ ചുണ്ടിൽ അഭിമാനം നിറഞ്ഞ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ മിടുക്കിയാണ്, പഠിക്കാൻ മാത്രമല്ല ജീവിതം പഠിപ്പിക്കാനും. നഗരത്തിലെ വലിയ ഓഫീസിൽ ജോലിക്ക് പോകുന്ന മകളുടെ ചിത്രം അയാളുടെ മനസ്സിൽ തെളിഞ്ഞു. എത്ര പെട്ടെന്നാണ് കാലം കടന്നുപോയത്. രാധിക പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അച്ഛാ, ഈ കഷ്ടപ്പാടൊക്കെ നിർത്തി എൻ്റെ കൂടെ വന്ന് താമസിച്ചൂടെ എന്ന്. പക്ഷേ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്ന ഈ ചെറിയ വരുമാനത്തിൻ്റെ സന്തോഷം വിട്ട് മറ്റൊരിടത്തേക്ക് പോകാൻ കൃഷ്ണന് മനസ്സ് കൂട്ടാക്കിയില്ല. ഇത് തൻ്റെ ലോകമാണ്. ഇവിടെ താൻ ആരുടെയും കീഴിലല്ല. മകൾക്ക് ഒരു ഭാരമാകാനും അയാൾ ആഗ്രഹിച്ചില്ല. പെട്ടെന്നാണ് തെരുവിൻ്റെ സ്വഭാവം മാറിയത്. ദൂരെ നിന്നൊരു പോലീസ് ജീപ്പിൻ്റെ സൈറൻ മുഴങ്ങി. ആളുകൾക്കിടയിൽ ഒരു പരക്കംപാച്ചിലുണ്ടായി. വഴിയോരത്ത് തട്ടുകൾ വെച്ച കച്ചവടക്കാർ തിടുക്കത്തിൽ സാധനങ്ങൾ ഒതുക്കാൻ തുടങ്ങി. എന്താ കാര്യം? കൃഷ്ണൻ അടുത്തുള്ള പൂക്കച്ചവടക്കാരിയോട് ചോദിച്ചു. ഏതോ മന്ത്രി വരുന്നുണ്ടെന്ന്. വേഗം തട്ടെടുത്ത് മാറ്റിക്കോ, അല്ലെങ്കിൽ പോലീസുകാരുടെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും. കൃഷ്ണൻ തിടുക്കമായി പച്ചക്കറികൾ പെറുക്കി കൊട്ടയിലേക്ക് മാറ്റാൻ തുടങ്ങി. ഓരോന്നും വളരെ ശ്രദ്ധയോടെയാണ് അയാൾ എടുത്തു മാറ്റിയത്. അപ്പോഴേക്കും പോലീസ് ജീപ്പ് അവർക്കരികിലായി എത്തി. അതിൽ നിന്നും ഇറങ്ങി വന്ന SI വിശ്വംഭരന്റെ മുഖത്ത് അധികാരത്തിന്റെ ഗർവവും ജോലിഭാരത്തിന്റെ മടുപ്പും ഒരുപോലെ നിഴലിച്ചിരുന്നു. അയാളുടെ കണ്ണുകൾ ചുറ്റും പാഞ്ഞു. വഴി തടസ്സപ്പെടുത്തി നിൽക്കുന്ന ഓരോന്നിനെയും അയാൾ വെറുപ്പോടെ നോക്കി. എന്താടോ ഇത്? ചെവി കേൾക്കില്ലേ നിങ്ങൾക്ക്? എടുത്തു മാറ്റാൻ പറഞ്ഞത് കേട്ടില്ലേ? വിശ്വംഭരന്റെ ശബ്ദം ആ തെരുവിൽ മുഴങ്ങി. കൃഷ്ണൻ അയാളെ ഭയത്തോടെ നോക്കി. ദാ സാറേ, എടുക്കുകയാ. ഒരു മിനിറ്റ്. അവരുടെ ശബ്ദം വിറച്ചിരുന്നു. പക്ഷേ ആ ഒരു മിനിറ്റ് കാത്തു നിൽക്കാൻ വിശ്വംഭരന് ക്ഷമയുണ്ടായിരുന്നില്ല. അയാളുടെ മേലുദ്യോഗസ്ഥൻ ഫോണിൽ അലർന്നുണ്ടായിരുന്നു. ആ ദേഷ്യം മുഴുവൻ തീർത്തത് മുന്നിൽ നിൽക്കുന്ന ആ വൃദ്ധനോടായിരുന്നു. വിശ്വംഭരൻ കൃഷ്ണന് നേരെ തിരിഞ്ഞു. നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അടുത്ത നിമിഷം ആരും പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത്. തൻ്റെ ബൂട്ടിട്ട കാൽ കൊണ്ട് SI വിശ്വംഭരൻ കൃഷ്ണന്റെ പച്ചക്കറിക്കൊട്ടയിൽ ആഞ്ഞ് ഒറ്റ ചവിട്ട്. വലിയ ശബ്ദത്തോടെ പ്ലാസ്റ്റിക് കൊട്ട തെറിച്ചുപോയി. അതിലുണ്ടായിരുന്ന പച്ചക്കറികൾ ചിതറിത്തെറിച്ചു. ചിലത് അതുവഴി പോയ വാഹനങ്ങളുടെ ചക്രങ്ങൾക്കിടയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞു. കൃഷ്ണന്റെ ഒരു ദിവസത്തെ അധ്വാനവും പ്രതീക്ഷകളുമാണ് ആ ടാറിട്ട റോഡിൽ ചതഞ്ഞരഞ്ഞത്. ഒരു നിമിഷത്തേക്ക് ലോകം നിശ്ചലമായതുപോലെ അയാൾക്ക് തോന്നി. തെരുവിലെ ബഹളങ്ങൾ നിലച്ചു. ആളുകൾ അയാളെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ചിലരുടെ കണ്ണുകളിൽ സഹതാപം, മറ്റു ചിലരുടെ മുഖത്ത് ഭയം. ഒരു ചെറുപ്പക്കാരൻ തൻ്റെ മൊബൈൽ ഫോൺ അവർക്ക് നേരെ തിരിച്ചു വെച്ചത് കൃഷ്ണൻ കണ്ടില്ല. ഇനി മേലാൽ ഈ വഴിയിൽ കണ്ടുപോകരുത് എന്നലറിക്കൊണ്ട് SI വിശ്വംഭരൻ തൻ്റെ ജീപ്പിലേക്ക് കയറിപ്പോയി. കൃഷ്ണന് കരച്ചിൽ വന്നില്ല. വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. അപമാനത്തിൻ്റെ കനത്ത ഭാരം അയാളുടെ തോളിൽ അമർന്നു. ചുറ്റുമുള്ള കണ്ണുകൾ കൂരമ്പ് പോലെ അയാളുടെ ഹൃദയത്തിൽ തറച്ചു. ഒരു അച്ഛൻ്റെ ആത്മാഭിമാനമായിരുന്നു ആ നിമിഷം ആ തെരുവിൽ നഷ്ടമായത്. അയാൾ തനിച്ചായിരുന്നു, തികച്ചും തനിച്ച്. ആരും തുണയില്ലാത്തവനെ പോലെ തെരുവിൻ്റെ ബഹളിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ ചെറിയ വീട്ടിലെത്തിയപ്പോൾ കൃഷ്ണനെ പൊതിഞ്ഞത് ഭാരമുള്ള ഒരു നിശബ്ദതയായിരുന്നു. വീടിൻ്റെ മൂലയിൽ ഒടിഞ്ഞു കിടന്ന പച്ചക്കറിക്കൊട്ടയെ അയാൾ നോക്കാതിരിക്കാൻ ശ്രമിച്ചു. ഓരോ നോട്ടവും SI വിശ്വംഭരന്റെ ബൂട്ടിട്ട കാൽ കൊണ്ട് നെഞ്ചിൽ ചവിട്ടുന്നത് പോലെ വേദനിപ്പിച്ചു. ആരും കണ്ടില്ലായിരുന്നെങ്കിൽ, ആരും അറിഞ്ഞില്ലായിരുന്നെങ്കിൽ. മനസ്സിൽ ഒരേ ചിന്തയായിരുന്നു. പക്ഷേ തെരുവിലെ ആ തുറിച്ച നോട്ടങ്ങൾ ഇപ്പോഴും അയാളെ പൊള്ളിക്കുന്നുണ്ടായിരുന്നു.
ഏറ്റവും വലിയ ഭയം രാധികയെക്കുറിച്ചായിരുന്നു. അവൾ ഇത് അറിയരുത്, ഒരു കാരണവശാലും അറിയരുത്. തൻ്റെ മകൾക്ക് മുന്നിൽ താൻ ഒരിക്കലും ഇത്രയും നിസ്സഹായനായി നിൽക്കാൻ പാടില്ല. അതേസമയം കൃഷ്ണൻ അറിയാതെ അയാളുടെ ജീവിതം ഒരു മൊബൈൽ ഫോണിൽ നിന്ന് മറ്റൊന്നിലേക്ക് അതിവേഗം പടരുകയായിരുന്നു. തൃശ്ശൂരിലെ പോലീസിന്റെ ധാർഷ്ട്യം എന്ന തലക്കെട്ടോടെ ആ വീഡിയോ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പറന്നു നടന്നു. ആദ്യം നൂറുകളിൽ തുടങ്ങിയ കാഴ്ചക്കാരുടെ എണ്ണം മണിക്കൂറുകൾക്കുള്ളിൽ 10,000ങ്ങളും ലക്ഷങ്ങളുമായി. കമന്റുകളുടെ രൂപത്തിൽ സമൂഹം രണ്ടായി പിരിഞ്ഞു. പാവം ആ അച്ഛൻ, ഇതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഇമ്മാതിരി പോലീസുകാരെയൊക്കെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. വഴിയോരത്ത് ഗതാഗതം തടസ്സപ്പെടുത്തി കച്ചവടം ചെയ്യുന്നതും ശരിയാണോ? കാര്യം എന്തുതന്നെയായാലും ഒരു വൃദ്ധനോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല. ചർച്ചകൾ ചൂടുപിടിച്ചു. പ്രാദേശിക ഓൺലൈൻ വാർത്താ ചാനലുകൾ വീഡിയോ ഏറ്റെടുത്തു. കൃഷ്ണന്റെ മുഖം ബ്ലർ ചെയ്ത് ശബ്ദം മാറ്റി അവർ വാർത്തകൾ നൽകി. ആ വീഡിയോയിലെ നിസ്സഹായയായ ആ വൃദ്ധൻ ആരാണെന്നോ അയാളുടെ ജീവിതം എന്താണെന്നോ അറിയാതെ ഒരു സമൂഹം മുഴുവൻ അയാൾക്കു വേണ്ടി ശബ്ദം ഉയർത്തുകയോ അയാളെ കുറ്റപ്പെടുത്തുകയോ ചെയ്തുകൊണ്ടിരുന്നു. സന്ധ്യ മയങ്ങിയപ്പോൾ കൃഷ്ണന്റെ ഫോൺ ശബ്ദിച്ചു. രാധിക ആകുമെന്നോർത്ത് അയാളുടെ നെഞ്ചിടിച്ചു. എന്നാൽ അയൽപ്പക്കത്തെ വേണുവായിരുന്നു അത്. കൃഷ്ണൻ ചേട്ടാ, ഞാൻ ആ വീഡിയോ കണ്ടു. സാരമില്ലാട്ടോ, ചേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ. കൃഷ്ണന്റെ രക്തം തണുത്തുറഞ്ഞുപോയി. താൻ ഭയന്നത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ലോകം അറിഞ്ഞിരിക്കുന്നു. ഏതു വീഡിയോ? എനിക്കൊന്നും മനസ്സിലായില്ല. വിറയലോടെ കള്ളം പറഞ്ഞ് അയാൾ വേഗം ഫോൺ വെച്ചു. തൃശൂർ കളക്ടറേറ്റിലെ കോൺഫറൻസ് ഹാളിന്റെ നിശബ്ദതയിൽ വരാനിരിക്കുന്ന ജലവിതരണ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു. മീറ്റിംഗിന്റെ തലപ്പത്തിരുന്നത് സബ് കളക്ടർ രാധിക IAS ആയിരുന്നു. ഗൗരവത്തോടെ മുന്നിലിരുന്ന പ്രൊജക്ട് റിപ്പോർട്ടിലെ കണക്കുകളിലേക്ക് കണ്ണോടിക്കുമ്പോഴും എഞ്ചിനീയർ രവിയുടെ വിശദീകരണങ്ങൾ അവർ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യം ആ മുറിക്ക് ഒരു തരം കാര്യക്ഷമതയുടെ ഭാവം നൽകി. മിസ്റ്റർ രവി, തീരദേശ മേഖലയിലെ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ എത്ര സമയമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അവരുടെ ശബ്ദം ശാന്തവും വ്യക്തമായിരുന്നു. മേശപ്പുറത്ത് തലകീഴായി വെച്ച മൊബൈൽ ഫോൺ 2 തവണ വൈബ്രേറ്റ് ചെയ്തപ്പോൾ അവർ അത് അറിഞ്ഞില്ലെന്ന് നടിച്ചു. എന്നാൽ വീണ്ടും തുടർച്ചയായി വൈബ്രേറ്റ് ചെയ്തപ്പോൾ അതൊരു അസാധാരണമായ സന്ദേശമാണെന്ന് അവർക്ക് തോന്നി. മീറ്റിംഗിൽ പങ്കെടുത്തവരോട് ക്ഷമാപണത്തോടെ ഒന്ന് പുഞ്ചിരിച്ച് അവർ ഫോണെടുത്തു. പേഴ്സണൽ അസിസ്റ്റന്റിന്റെ സന്ദേശമായിരുന്നു. മാഡം, അടിയന്തരമായി ഇതൊന്ന് കാണണം. അതിനു താഴെ ഒരു വീഡിയോ ലിങ്കും. ചെറിയൊരു അതൃപ്തിയോടെയാണ് രാധിക ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തത്. വീഡിയോ പ്ലേ ആയി. തെരുവിൻ്റെ പരിചിതമായ ബഹളം, ആളുകളുടെ സംസാരം, വാഹനങ്ങളുടെ ശബ്ദം. പിന്നെ ആ കാഴ്ചയിലേക്ക് ക്യാമറ ഫോക്കസ് ചെയ്തപ്പോൾ രാധികയുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചു. അത് അവരുടെ അച്ഛനാണ്. അതെ, ആ ക്ഷീണിച്ച മുഖം. വീഡിയോയിലെ ദൃശ്യങ്ങൾ അവളുടെ കൺമുന്നിൽ ഒരു പേക്കിനാവ് പോലെ അരങ്ങേറി. പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ആക്രോശം, അച്ഛൻ്റെ ഭയന്നുള്ള നിൽപ്പ്, പിന്നെ ആ ബൂട്ടിയിട്ട കാൽ ഉയർന്നും താഴ്ന്നു. പച്ചക്കറികൾ റോഡിലേക്ക് ചിതറിത്തെറിക്കുന്നതും. രാധികയുടെ ലോകം തലകീഴായി മറിഞ്ഞു. കോൺഫറൻസ് ഹാളിൻ്റെ തണുപ്പ് അവൾ അറിഞ്ഞില്ല. രവിയുടെ ശബ്ദം ദൂരെ എവിടെയോ ആയി മാഞ്ഞുപോയി. അവളുടെ രക്തം സിരകളിലൂടെ മരവിച്ചോടുന്നത് പോലെ തോന്നി. ഫോൺ പിടിച്ച കൈകൾ വിറച്ചുകൊണ്ട് രാധിക അവിടെ നിന്ന് എണീറ്റു. എക്സ്ക്യൂസ് മീ. തൊണ്ടയിടറിയെങ്കിലും ശബ്ദം പുറത്തു വന്നു. ഒരു 10 മിനിറ്റിനുള്ളിൽ തുടരാം. ആരുടെയും മുഖത്തു നോക്കാതെ അവൾ വേഗത്തിൽ കോൺഫറൻസ് ഹാളിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അവൾ ഓഫീസിലെത്തി കതക് മെല്ലെ അടച്ചു. അച്ഛൻ്റെ മുഖം വീണ്ടും മനസ്സിൽ തെളിഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ അത് ദേഷ്യത്തിൻ്റെ കണ്ണുനീരായിരുന്നു. വിറയ്ക്കുന്ന വിരലുകളോടെ അവൾ അച്ഛൻ്റെ നമ്പർ ഡയൽ ചെയ്തു. മറുതലയ്ക്ക് ഫോൺ എടുത്തപ്പോൾ കൃഷ്ണൻ്റെ ശബ്ദം ആവുന്നത്ര സന്തോഷത്തിലാക്കാൻ ശ്രമിച്ചിരുന്നു. മോളെ വിളിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. രാധികയുടെ ശബ്ദം ശാന്തമായിരുന്നു. അപകടകരമായ ഒരു തരം ശാന്തത. അച്ഛൻ എവിടെയാ? വീട്ടിലാ മോളെ, വെറുതെ. അച്ഛൻ എന്നോട് കള്ളം പറയരുത്. ആ ശാന്തതയിൽ ഒരു തരം വിള്ളൽ വീണു. ശബ്ദം ചെറുതായി ഇടറി. മറുതലയ്ക്കൽ ഒരു നിമിഷത്തെ നിശബ്ദത. ഞാൻ എല്ലാം കണ്ടു. രാധിക അത് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ഫോണിൻ്റെ മറുതലയ്ക്കിൽ നിന്ന് കൃഷ്ണൻ്റെ അടക്കിപ്പിടിച്ച ഒരു തേങ്ങൽ ഉയർന്നു. അത് കേട്ട് രാധികയുടെ മുഖത്ത് കണ്ണീരിനൊപ്പം ഉരുക്കുപോലുള്ള ഒരു ദൃഢനിശ്ചയം തെളിഞ്ഞു. ഫോൺ വെച്ച ശേഷം അവൾ മുറിയിലൂടെ അസ്വസ്ഥയായി നടന്നു. ഓഫീസിൻ്റെ നിശബ്ദതയിൽ അവളുടെ ഹൃദയമിടിപ്പ് മാത്രം ഉച്ചത്തിലായി.
ഉള്ളിലെ രോക്ഷം ഒരു പ്രളയം പോലെ ശരീരത്തെ ആകെ വിഴുങ്ങുന്നത് അവൾ അറിഞ്ഞു. രാധികയുടെ ആദ്യത്തെ ചിന്ത ഒരു മിന്നൽ പോലെ അവളുടെ തലച്ചോറിലൂടെ പാഞ്ഞുപോയി. ഒറ്റ ഫോൺ കോൾ, ജില്ലാ പോലീസ് മേധാവിയെ ഇപ്പോൾ തന്നെ വിളിക്കാം. തൻ്റെ അച്ഛനെ വിഷമിപ്പിച്ച ആ പോലീസുകാരനെ കണ്ടെത്താൻ 5 മിനിറ്റ് പോലും വേണ്ട. സസ്പെൻഷൻ ഓർഡർ മണിക്കൂറുകൾക്കകം അയാളുടെ കയ്യിലെത്തും. അധികാരത്തിൻ്റെ ലഹരി നിറഞ്ഞ ഏറ്റവും എളുപ്പമുള്ള വഴിയായിരുന്നു അത്. ഒരു മകളുടെ പ്രതികാരം. രാധിക കുറച്ചുനേരം ശാന്തമായി ഇരുന്നു. പെട്ടെന്നാണ് അവൾ കണ്ണു തുറന്നു നോക്കിയത്. ഞാൻ ഈ പദവി തിരഞ്ഞെടുത്തത് വ്യക്തിപരമായ പകപ്പോക്കലുകൾ നടത്താനല്ല. അച്ഛൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു. തന്നെ ശരിയും തെറ്റും പഠിപ്പിച്ച ആ അച്ഛൻ, മറ്റൊരാളുടെ കണ്ണ് നനയിക്കരുതെന്ന് ഉപദേശിച്ച അച്ഛൻ. ആ അച്ഛന് നീതി കിട്ടേണ്ടത് തൻ്റെ അധികാരത്തിൻ്റെ തണലിലല്ല, ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ കരുത്തിലാണ്. ഏതൊരു സാധാരണ പൗരനും അവകാശപ്പെട്ട അതേ വഴിയിലൂടെ ആവണം അച്ഛൻ്റെ യാത്ര. ആ വഴിയിൽ ഒരു മകളായി താൻ തണലാകണം, അധികാരമായിട്ടല്ല. ആ തീരുമാനമെടുത്ത നിമിഷം അവളുടെ ഉള്ളിൽ പ്രക്ഷുബ്ധമായ കടൽ ശാന്തമായി. പകരം തെളിഞ്ഞ നീലാകാശം പോലെ വ്യക്തമായ ഒരു ലക്ഷ്യബോധം മനസ്സിൽ നിറഞ്ഞു. ബാക്കിയുണ്ടായിരുന്ന മീറ്റിങ്ങുകൾ എല്ലാം റദ്ദ് ചെയ്തു. അവൾ വീട്ടിലേക്ക് തിരിച്ചു. ഔദ്യോഗിക വാഹനം കളക്ട്രേറ്റിൽ നിന്നും ഇറങ്ങി നഗരത്തിൻ്റെ തിരക്കിലേക്ക് പ്രവേശിച്ചപ്പോൾ അതുവരെ കണ്ടിരുന്ന കാഴ്ചകൾക്കെല്ലാം പുതിയ അർത്ഥങ്ങൾ കൈവന്നതുപോലെ തോന്നി. വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന ഓരോ മുഖങ്ങളിലും അവൾ അച്ഛനെ കണ്ടു. ആ ചെറിയ വീടിന് മുന്നിൽ കാർ നിർത്തിയപ്പോൾ രാധികയെ കാത്തിരുന്നത് പോലെ കൃഷ്ണൻ വാതിക്കൽ തന്നെ ഉണ്ടായിരുന്നു. കരഞ്ഞു വീർത്ത കണ്ണുകൾ. മകളെ കണ്ടതും അതുവരെ അടക്കിപ്പിടിച്ച സങ്കടം അണപ്പൊട്ടി ഒഴുകി. മോളെ, ഞാൻ കാരണം നിനക്ക് നാണക്കേടായല്ലോ. അയാൾ രാധികയെ കെട്ടിപ്പിടിച്ച് തേങ്ങി. രാധിക അച്ഛനെ ചേർത്ത് പിടിച്ചു. അതൊരു സബ് കളക്ടറുടെ ആശ്വാസപ്പെടുത്തലായിരുന്നില്ല, ഒരു മകൾ അച്ഛന് നൽകുന്ന താങ്ങായിരുന്നു. അച്ഛനല്ല, ആ മനുഷ്യനാണ് നാണിക്കേണ്ടത്. അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൾ അച്ഛൻ്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. നമ്മൾ നിയമപരമായി മുന്നോട്ട് പോകും. ഒരു സാധാരണ പൗരന് എന്ത് നീതിയാണോ കിട്ടേണ്ടത് അത് അച്ഛന് കിട്ടും. ആ യാത്രയിൽ ഞാനൊരു മകളായി കൂടെയുണ്ടാകും. കൃഷ്ണൻ ആ വാക്കുകൾ കേട്ട് മകളുടെ മുഖത്തേക്ക് നോക്കി. അവിടെ അയാൾ കണ്ടത് അധികാരത്തിൻ്റെ ഗർവ്വമായിരുന്നില്ല, താൻ വളർത്തിയ നീതിബോധമുള്ള തൻ്റെ പഴയ കുട്ടിയെയായിരുന്നു. അയാളുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ ഒരു പുതിയ തിരുനാളം മിന്നിമറഞ്ഞു. അവർ രണ്ടുപേരും തങ്ങളുടെ വഴി തിരഞ്ഞെടുത്തു. പോലീസ് സ്റ്റേഷനിലെ മങ്ങിയ വെളിച്ചത്തിൽ SI വിശംബരൻ സഹപ്രവർത്തകരോട് താൻ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കുകയായിരുന്നു. സ്റ്റേഷനകത്ത് ആ വൈറൽ വീഡിയോ തന്നെയായിരുന്നു പ്രധാന സംസാര വിഷയം. അതൊക്കെ എപ്പോഴും ഉള്ളതല്ലേ. ആ വൃദ്ധനെ 2 വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ അവിടെ നിന്ന് മാറില്ല. അതിൻ്റെ മേലെ നിന്ന് ഉദ്യോഗസ്ഥരുടെ ചീത്തവിളി വേറെ. നമ്മുടെ പാട് ആർക്കറിയാം. അയാൾ ഒരു ചായക്കപ്പിൽ നിന്ന് ആവി പറക്കുന്ന ചായ ഊതി കുടിച്ചുകൊണ്ട് പറഞ്ഞു. അയാളുടെ മുഖത്ത് കുറ്റബോധത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. എന്നാലും വിശംബര, അത് കുറച്ച് കൂടിപ്പോയി. ഒരു പാവം വൃദ്ധനെ. വീഡിയോ സോഷ്യൽ മീഡിയയിൽ നന്നായി ഓടുന്നുണ്ട്, കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിൾ പറഞ്ഞു. ഓ പിന്നെ, ഇപ്പോഴത്തെ പിള്ളേരുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ എന്തും ഷൂട്ട് ചെയ്ത് വൈറലാക്കും. അതൊന്നും നോക്കാൻ നിന്നാൽ നമുക്ക് പണിയെടുക്കാൻ പറ്റില്ല. വിശംബരൻ അത് പുച്ഛിച്ച് തള്ളി. അന്ന് രാത്രി വീട്ടിലെത്തിയപ്പോൾ അയാളെ കാത്തിരുന്നത് ഭാര്യയുടെ രൂക്ഷമായ നോട്ടമായിരുന്നു. അയൽപ്പക്കത്തെ വീട്ടിൽ നിന്നാണ് അവരും ആ വീഡിയോ കണ്ടത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഒരു പാവം വൃദ്ധനെ ഇങ്ങനെ ചെയ്യാൻ? നമ്മുടെ അച്ഛൻ്റെ പ്രായമില്ലേ അയാൾക്ക്? അവർ ദേഷ്യവും സങ്കടവും കലർന്ന സ്വരത്തിൽ ചോദിച്ചു. വിശംബരൻ്റെ അഹംഭാവം അവിടെയും ഉണർന്നു. നിനക്കൊന്നും അറിയില്ല, ജോലിയിലെ ടെൻഷൻ നിനക്ക് മനസ്സിലാവില്ല. നീ വെറുതെ ഇത് തലയിടണ്ട, അയാൾ അവരോട് കയർത്തു. പക്ഷേ ഭാര്യയുടെ ആ ചോദ്യം, നമ്മുടെ അച്ഛൻ്റെ പ്രായമില്ലേ അയാൾക്ക്, അയാളുടെ ഉള്ളിൽ ഒരു ചെറിയ പോറലുണ്ടാക്കി. അയാൾ പുറമേ സമ്മതിച്ചില്ലെങ്കിലും ആ താരതമ്യം അയാളെ ചെറുതായി അസ്വസ്ഥനാക്കി. പിറ്റേന്ന് സ്റ്റേഷനിലെത്തിയപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ അയാളെ തൻ്റെ മുറിയിലേക്ക് വിളിപ്പിച്ചു. സിഐയുടെ മുഖം പതിവില്ലാതെ ഗൗരവത്തിലായിരുന്നു. വിശംബര, താൻ ഇന്നലെ ആരുടെ കൊട്ടയാണ് ചവിട്ടിത്തെറിപ്പിച്ചതെന്നറിയുമോ? വിശംബരൻ നിസ്സാരഭാവത്തിൽ തോളനക്കി. ഏതോ ഒരു വഴിയോര കച്ചവടക്കാരനായ വൃദ്ധൻ്റെ. സിഐ അയാളെ തുറച്ചു നോക്കി. എന്നിട്ട് പതുക്കെ ഓരോ വാക്കും ഊന്നി പറഞ്ഞു. ആ വൃദ്ധൻ്റെ മകളാണ് നമ്മുടെ പുതിയ സബ് കളക്ടർ രാധിക മേഡം. ആ വാക്കുകൾ ഒരു ഇടുത്തി പോലെയാണ് വിശംബരൻ്റെ തലയിൽ പതിച്ചത്. അയാളുടെ മുഖത്തെ ധാർഷ്ട്യം ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായി.
പകരം അവിടെ നിറഞ്ഞത് കനത്ത ഞെട്ടലും അവിശ്വസനീയതയുമായിരുന്നു. കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ. താൻ ആക്രമിച്ചത് വെറുമൊരു തെരുവ് കച്ചവടക്കാരനെയല്ല, തൻ്റെ മേലധികാരിയുടെ അച്ഛനെയാണ്. അധികാരത്തിൻ്റെ സമവാക്യങ്ങൾ ഒരു നിമിഷം കൊണ്ട് തല കീഴായി മറിഞ്ഞിരിക്കുന്നു. തണുത്തുറഞ്ഞ ഭയം അയാളുടെ സിരകളിലൂടെ അരിച്ചു കയറി. ആ മുറിയിൽ നിന്നും ഇറങ്ങിയ വിശംബരൻ്റെ മനസ്സിൽ CI പറഞ്ഞ വാക്കുകളായിരുന്നു. സബ് കളക്ടർ രാധിക മേഡം. ആ വാക്കുകൾ ഒരു ചുറ്റിക പോലെ തലയ്ക്കകത്ത് ആഞ്ഞടിച്ചുകൊണ്ട്. വിശംബരൻ ഡിപ്പാർട്ട്മെന്റിന് വരുത്തിവെച്ച ചീത്തപ്പേര് കാരണം സർക്കിൾ ഇൻസ്പെക്ടർ അടക്കം ബാക്കിയുള്ള എല്ലാ പോലീസുകാരും അയാൾക്കെതിരെയായി. എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. വിശംബരൻ്റെ മനസ്സ് അതിവേഗം പ്രവർത്തിച്ചു. ഔദ്യോഗികമായി പരാതി വരുന്നതിന് മുൻപ് പ്രശ്നം തീർക്കണം. മാപ്പ് പറയുക, കാലു പിടിച്ചിട്ടാണെങ്കിലും ശരി. അതിജീവനത്തിനായുള്ള ഒരു വെപ്രാളമായിരുന്നു അത്, അല്ലാതെ ഹൃദയത്തിൽ നിന്നുള്ള കുറ്റബോധമല്ലായിരുന്നു. പോലീസ് സ്വാധീനത്തിലെ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അയാൾ കൃഷ്ണൻ്റെ വീട് എളുപ്പത്തിൽ കണ്ടെത്തി. അന്ന് രാത്രി യൂണിഫോമിൻ്റെ അധികാരമില്ലാതെ സാധാരണ വേഷത്തിൽ വിശംബരൻ ആ വീടിൻ്റെ വാതിൽക്കൽ മുട്ടി. വാതിൽ തുറന്ന കൃഷ്ണൻ അയാളെ കണ്ട് ഒരു നിമിഷം ഭയന്ന് പിറകോട്ട് മാറി. അയാളുടെ പിന്നിലായി രാധികയും ഉണ്ടായിരുന്നു. വിശംബരൻ ദയനീയമായി അവരെ നോക്കി. മാഡം, എന്നോട് ക്ഷമിക്കണം. അറിയാതെ പറ്റിപ്പോയതാണ്. ജോലിയിലെ ടെൻഷൻ കൊണ്ട്, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് കണക്കാക്കണം. അയാൾ അവരുടെ കാലിലേക്ക് വീഴാൻ ആഞ്ഞതും രാധിക മുന്നോട്ട് വന്നു. അവളുടെ മുഖത്ത് ദേഷ്യമോ പുച്ഛമോ അല്ലായിരുന്നു, മറിച്ച് തെളിഞ്ഞ ഒരു തരം ഉറപ്പായിരുന്നു. മിസ്റ്റർ വിശംബരൻ, നിങ്ങൾ ഈ മാപ്പ് പറയേണ്ടത് ഇവിടെയല്ല. അവളുടെ ശാന്തമായ ശബ്ദം ആ ചെറിയ മുറിയിൽ മുഴങ്ങി. എൻ്റെ അച്ഛനെ നിങ്ങൾ അപമാനിച്ചത് പരസ്യമായിട്ടാണ്, നൂറുകണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച്. രാത്രിയുടെ മറവിൽ ഈ അടച്ചിട്ട മുറിയിൽ വന്ന് പറയുന്ന മാപ്പ് നീതിയല്ല, രക്ഷപ്പെടലാണ്. അപമാനം പരസ്യമായിരുന്നെങ്കിൽ ക്ഷമാപണവും പരസ്യമായിരിക്കണം. ആ വാക്കുകൾക്ക് മുന്നിൽ വിശംബരൻ തകർന്നുപോയി. അയാൾ പ്രതീക്ഷിച്ചത് കണ്ണീരോ വിലപേശോ ആയിരുന്നു. ഇത്രയും ഉറച്ച ഒരു നിലപാട് അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അയാൾ നിരാശയോടെ അവിടെ നിന്നും തിരിച്ചു നടന്നു. പിറ്റേന്ന് രാവിലെ കൃഷ്ണൻ രാധികയോടൊപ്പം ആ പോലീസ് സ്റ്റേഷൻ്റെ പടികൾ കയറി. വിശംബരൻ ജോലി ചെയ്യുന്ന അതേ സ്റ്റേഷൻ. രാധിക സാധാരണ വസ്ത്രത്തിലായിരുന്നു. അച്ഛന് ധൈര്യം പകർന്നുകൊണ്ട് അവൾ അല്പം പിന്നിലായി നിന്നു. ജീവിതത്തിൽ ആദ്യമായി ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാരനായി എത്തിയതിൻ്റെ പരിഭ്രമം കൃഷ്ണൻ്റെ മുഖത്തുണ്ടായിരുന്നു. പക്ഷേ മകളുടെ സാമീപ്യം അയാൾക്ക് നൽകിയ ധൈര്യം ചെറുതായിരുന്നില്ല. അയാൾ നേരെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് നടന്നു. എനിക്കൊരു പരാതി എഴുതി തരാനുണ്ട്. ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരൻ തല ഉയർത്തി നോക്കി. വീഡിയോയിൽ കണ്ട ആ മുഖം അയാൾ തിരിച്ചറിഞ്ഞു. സ്റ്റേഷനകത്ത് ഒരു നിമിഷം നിശബ്ദത തളം കെട്ടി. ഔദ്യോഗികമായ യുദ്ധം തുടങ്ങുകയായിരുന്നു. കൃഷ്ണൻ്റെ ആവശ്യം കേട്ടതും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ്റെ മുഖത്ത് ഒരു തരം മടുപ്പ് നിറഞ്ഞു. അയാൾ ഒത്തുതീർപ്പിന് ശ്രമിച്ചു. ചേട്ടാ, അതൊക്കെ സംസാരിച്ച് തീർക്കാവുന്ന വിഷയമല്ലേ. SI വിശ്വംഭരൻ ചേട്ടനെ നേരിൽ കണ്ട് മാപ്പ് പറയാൻ തയ്യാറാണ്. നമ്മളായിട്ട് ഒരു പ്രശ്നമുണ്ടാക്കണോ? ആ വാക്കുകൾ കേട്ട് കൃഷ്ണൻ ഒന്ന് പതറി. അയാൾ സഹായത്തിനായി രാധികയെ നോക്കി. അപ്പോൾ രാധിക മുന്നോട്ട് വന്നു. അവൾ തൻ്റെ പദവി വെളിപ്പെടുത്തിയില്ല. നിയമം അറിയാവുന്ന ഒരു സാധാരണ പൗരയുടെ ആത്മവിശ്വാസത്തോടെ അവൾ സംസാരിച്ചു. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഇവിടെ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. ഒരു പൗര എന്ന നിലയിൽ പരാതി നൽകുക എന്നത് എൻ്റെ അച്ഛൻ്റെ അവകാശമാണ്. അത് രേഖപ്പെടുത്തുക എന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ താങ്കളുടെ കടമയാണ്. താങ്കൾ ആ കടമ നിർവഹിക്കാൻ വിസമ്മതിക്കുകയാണോ? അവളുടെ വാക്കുകളിലെ നിയമത്തിൻ്റെ കർക്കശം കേട്ട് ആ ഉദ്യോഗസ്ഥൻ പരുങ്ങി. അയാൾ മടിയോടെ FIR രേഖപ്പെടുത്താനുള്ള പേപ്പറുകൾ എടുത്തു. SI വിശ്വംഭരനെതിരെ കൃഷ്ണൻ്റെ പരാതി ഔദ്യോഗികമായി രേഖപ്പെടുത്തപ്പെട്ടു. അതൊരു ചെറിയ വിജയമായിരുന്നു. സബ് കളക്ടറുടെ അച്ഛൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസ് കൊടുത്ത വാർത്ത പോലീസിലും ഭരണതലത്തിലും കാട്ടുതീ പോലെ പടർന്നു. രാധികയുടെ ഫോണിലേക്ക് വിളികൾ വരാൻ തുടങ്ങി. IPS ഉദ്യോഗസ്ഥരും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളും രാധികയെ വിളിച്ചത് ഈ വിഷയം ഇത്ര ചർച്ചയാക്കണോ എന്നുള്ള സൗഹൃദ അഭ്യർത്ഥനയോടെയായിരുന്നു. എന്നാൽ അതിലൊരു ഭീഷണിയുടെ സ്വരമുണ്ടായിരുന്നു. ഒരു പ്രാദേശിക രാഷ്ട്രീയ നേതാവ് വിളിച്ചിട്ട്, മാഡം, ആ ഓഫീസർ നമ്മുടെ പാർട്ടിക്കാരനാണ്, ഒരു കുടുംബസ്ഥൻ, ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയി, നമുക്കത് ക്ഷമിച്ചു വിട്ടൂടെ? എല്ലാവർക്കും രാധികയുടെ മറുപടി ഒന്നായിരുന്നു, ശാന്തവും ദൃഢവും. സർ, ഇതെൻ്റെ പരാതിയല്ല, എൻ്റെ അച്ഛൻ്റേതാണ്. അദ്ദേഹം നീതി തേടുന്ന ഒരു സാധാരണ പൗരനാണ്. ആ പ്രക്രിയയിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുക എന്നത് മാത്രമാണ് എൻ്റെ കടമ.
അവൾ സമർത്ഥമായി ആ എല്ലാ സമ്മർദ്ദങ്ങളെയും പ്രതിരോധിച്ചു. വാർത്താ മാധ്യമങ്ങളിലും പുതിയ രൂപം കൈക്കൊണ്ടു. കളക്ടറുടെ അച്ഛനെ തെരുവിൽ അപമാനിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസ് എന്ന തലക്കെട്ടിൽ വാർത്തകൾ വന്നു. വിശ്വംഭരൻ സ്റ്റേഷനകത്ത് ഒറ്റപ്പെട്ടു പോയിരുന്നു. ഇന്നലെ വരെ തോളിൽ കൈയിട്ട് സംസാരിച്ചിരുന്ന സഹപ്രവർത്തകർ ഇപ്പോൾ അയാളെ കാണുമ്പോൾ വഴിമാറിപ്പോയി. രഹസ്യം പറച്ചിലുകളും അടക്കിയ ചിരികളും അയാളെ ഒരു അപരിചിതനാക്കി. സബ് കളക്ടറുടെ പേര് പരാതിയിൽ വന്നതോടെ അയാൾ എല്ലാവർക്കും ഒരു ബാധ്യതയായി മാറിയിരുന്നു. ആരും തൊടാൻ മടിക്കുന്ന ഒരു തീഗോളം. ജോലിയിലെ ഈ ഒറ്റപ്പെടൽ അയാളുടെ ധാർഷ്ട്യത്തിൻ്റെ കോട്ടയെ പതിയെ തകർക്കാൻ തുടങ്ങി. രാത്രികളിൽ ഉറക്കം നഷ്ടപ്പെട്ടു. രാധികയുടെ വാക്കുകൾ വീണ്ടും വീണ്ടും അയാളുടെ കാതുകളിൽ മുഴങ്ങി. അപമാനം പരസ്യമായിരുന്നെങ്കിൽ ക്ഷമാപണവും പരസ്യമായിരിക്കണം. അതിലെന്തോ ഒരു ശരിയുണ്ടെന്ന് അയാളുടെ മനസ്സ് ആദ്യമായി സമ്മതിച്ചു. രക്ഷപ്പെടാനുള്ള വഴികളെക്കുറിച്ച് മാത്രമായിരുന്നു ഇതുവരെ ചിന്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ വാക്കുകളിലെ നീതിബോധം ഒരു മുള്ളു പോലെ അയാളുടെ ഉള്ളിൽ തറഞ്ഞു തുടങ്ങിയിരുന്നു. വിശ്വംഭരൻ മുറിയിൽ കയറി വാതിലടച്ചു. എന്നിട്ട് കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നു. ദേഹത്തെ കാക്കി യൂണിഫോമിലേക്ക് അയാൾ വെറുപ്പോടെ നോക്കി. ജനങ്ങളെ സംരക്ഷിക്കേണ്ടവൻ എങ്ങനെയാണ് അവരെ ചവിട്ടിമെതിക്കുന്നവനായത്? എന്തിനായിരുന്നു താൻ ഈ ജോലി തിരഞ്ഞെടുത്തത്? ആദർശങ്ങളെല്ലാം എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത്? കണ്ണാടിയിലെ പ്രതിബിംബം അയാളെ നോക്കി പല്ലിടിക്കുന്നത് പോലെ തോന്നി. അയാൾ ഫോൺ എടുത്ത് ആ വൈറൽ വീഡിയോ ഒരിക്കൽ കൂടി കണ്ടു. ഇത്തവണ കണ്ടത് ഒരു പ്രതിയുടെ കണ്ണിലൂടെയല്ല, ഒരു കാഴ്ചക്കാരൻ്റെ കണ്ണിലൂടെയാണ്. കൃഷ്ണന്റെ മുഖത്തെ ഭയവും നിസ്സഹായതയും, റോഡിൽ ചിതറിയ പച്ചക്കറികൾ, സ്വന്തം ശബ്ദത്തിലെ അധികാരത്തിൻ്റെ അഹങ്കാരം. ഓരോ ദൃശ്യവും അയാളുടെ ഉള്ളിലെ കുറ്റബോധത്തിൻ്റെ തീ കോരിയിട്ടു. ആദ്യമായി അയാളുടെ കണ്ണുകൾ നനഞ്ഞു. വിശ്വംഭരനെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. കുറച്ചു ദിവസങ്ങൾ അയാൾ മുറിയിൽ നിന്നും പുറത്തിറങ്ങാതെയായിരുന്നു. ആ ദിവസങ്ങൾ തിരിച്ചറിവിൻ്റെ വലിയൊരു പാഠമായിരുന്നു അയാൾക്ക് നൽകിയത്. അടുത്ത ദിവസം തന്നെ കൃഷ്ണൻ്റെ കച്ചവട സ്ഥലത്തേക്ക്, ആ അതേ തെരുവിലേക്ക് വിശ്വംഭരൻ നടന്നു ചെന്നു. യൂണിഫോമിൻ്റെ അധികാരമില്ലാതെ ഒരു സാധാരണ മനുഷ്യനായി. കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കൃഷ്ണൻ വീണ്ടും അവിടെ തൻ്റെ തട്ടുമായി ഇരിപ്പുറച്ചിരുന്നു. വിശ്വംഭരൻ നേരെ അവരുടെ അടുത്തേക്ക് നടന്നു. അവനെ കണ്ടതും അടുത്തുള്ള കച്ചവടക്കാരും സാധനങ്ങൾ വാങ്ങാൻ വന്നവരും ഭയന്നു. അയാൾ വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ വന്നതാണോ എന്ന് ചിലർ അടക്കം പറഞ്ഞു. എന്നാൽ വിശ്വംഭരൻ കൃഷ്ണന്റെ മുന്നിൽ തല കുനിച്ചു നിന്നു. അയാളുടെ ശബ്ദം നേർത്തതായിരുന്നു, പക്ഷേ ചുറ്റുമുള്ളവർക്ക് കേൾക്കാൻ പാകത്തിൽ വ്യക്തമായിരുന്നു. അച്ഛാ! ആ വിളി കേട്ട് കൃഷ്ണൻ ഞെട്ടി തലയുയർത്തി. അന്ന് ഞാൻ ചെയ്ത തെറ്റിന് ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അവൻ വെറും വാക്കുകളിൽ നിർത്തിയില്ല. കയ്യിലുണ്ടായിരുന്ന തുണിസഞ്ചിയിൽ നിന്ന് പുതിയ പച്ചക്കറികൾ പുറത്തേക്കെടുത്തു. അയാളുടെ കൊട്ടയിലേക്ക് ശ്രദ്ധയോടെ വെച്ചു കൊടുത്തു. അന്ന് ഞാൻ ചവിട്ടി തെറിപ്പിച്ചതിന് പകരം ഒരു പ്രായശ്ചിത്തം പോലെ. കൃഷ്ണൻ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. അയാളുടെ മുന്നിൽ നിന്നത് അധികാരത്തിൻ്റെ ഗർവമുള്ള പോലീസുകാരനായിരുന്നില്ല, ചെയ്ത തെറ്റിൽ ആത്മാർത്ഥമായി പശ്ചാത്താപിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അയാളുടെ കണ്ണുകളിലെ നനവ് അയാൾ കണ്ടു. കൃഷ്ണൻ്റെ ഹൃദയം അലിഞ്ഞു. അയാൾ സ്നേഹത്തോടെ തലയാട്ടി. സാരമില്ല മോനെ, ദൈവം നല്ലത് വരുത്തും. ആ വാക്കുകൾ ഒരു പുണ്യം പോലെ വിശ്വംഭരൻ സ്വീകരിച്ചു. ചുറ്റും കൂടി നിന്നവരുടെ മുഖത്ത് പിരിമുറുക്കം അയഞ്ഞു. ആരോ ഒരാൾ പതുക്കെ കൈയടിച്ചു. പിന്നെ മറ്റുള്ളവരും അത് ഏറ്റെടുത്തു. ചില മൊബൈൽ ഫോണുകൾ ആ ദൃശ്യം പകർത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് നാണക്കേടിൻ്റെ അല്ല, മാനസാന്തരത്തിൻ്റെ നേർക്കാഴ്ചയായിരുന്നു. അല്പം ദൂരെയായി ഒരു കാറിലിരുന്ന DYSP മാത്യു കുര്യൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. രാഷ്ട്രീയക്കാർ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ എന്ന ഭയത്തിൽ ഒരു നിരീക്ഷണത്തിനായി എത്തിയതായിരുന്നു അദ്ദേഹം ഫോൺ എടുത്ത് രാധികയെ വിളിച്ചു. മേഡം, നിങ്ങൾ ജയിച്ചു. രാധികയ്ക്ക് ഒന്നും മനസ്സിലായില്ല. നിങ്ങളുടെ അച്ഛൻ മാത്രമല്ല, നമ്മളെല്ലാവരും ജയിച്ചിരിക്കുന്നു. വിശ്വംഭരൻ ഇപ്പോൾ കൃഷ്ണനോട് പരസ്യമായി മാപ്പ് ചോദിച്ചു. ഹൃദയത്തിൽ തട്ടിയുള്ള ഒരു മാപ്പ്. ഫോണിൻ്റെ മറുതലയ്ക്കൽ തൻ്റെ ഓഫീസിലിരുന്ന് രാധികയുടെ കണ്ണുകൾ നിറഞ്ഞു. ബലപ്രയോഗത്തിലൂടെയല്ല, നിയമത്തിൻ്റെ കുരുക്കുകളിലൂടെയല്ല, മറിച്ച് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വന്ന മാറ്റത്തിലൂടെയാണ് യഥാർത്ഥ നീതി നടപ്പിലായത്. തൻ്റെ അച്ഛൻ തിരഞ്ഞെടുത്ത ക്ഷമയുടെയും താൻ തിരഞ്ഞെടുത്ത സംയമനത്തിൻ്റെയും മാർഗം ശരിയായിരുന്നുവെന്ന് അവൾ തിരിച്ചറിഞ്ഞു. വിശ്വംഭരൻ്റെ പരസ്യമായ ക്ഷമാപണം സമൂഹ മനസാക്ഷിയെ സ്വാധീനിച്ചുവെങ്കിലും ഔദ്യോഗിക നടപടിക്രമങ്ങൾ അതിൻ്റെ വഴിക്ക് തന്നെ നീങ്ങി.
വിശ്വംഭരന്റെ പരസ്യമായ ക്ഷമാപണം സമൂഹ മനസാക്ഷിയെ സ്വാധീനിച്ചുവെങ്കിലും ഔദ്യോഗിക നടപടിക്രമങ്ങൾ അതിന്റെ വഴിക്ക് തന്നെ നീങ്ങി. CI മാത്യു സർ തന്റെ അന്വേഷണ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ചു. റിപ്പോർട്ടിൽ എല്ലാ വസ്തുതകളും ഉൾപ്പെടുത്തിയിരുന്നു. വിശ്വംഭരന്റെ അധികാര ദുർവിനിയോഗം, കൃഷ്ണന്റെ മൊഴി, വൈറലായ വീഡിയോ, വിശ്വംഭരന്റെ കുറ്റസമ്മതം, ഒടുവിൽ നടന്ന പരസ്യമായ ക്ഷമാപണം. ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി കമ്മിറ്റിക്ക് മുന്നിൽ വിശ്വംഭരന്റെ ഫയലെത്തി. കുറ്റത്തിന്റെ ഗൗരവം വെച്ച് സർവീസിൽ നിന്ന് പിരിച്ചുവിടൽ വരെ ലഭിക്കാവുന്ന കുറ്റമായിരുന്നു അത്. കമ്മിറ്റിയിലെ ചിലർ ആ അഭിപ്രായക്കാരായിരുന്നു. സമൂഹത്തിന് ശക്തമായ ഒരു സന്ദേശം നൽകാൻ അത് ആവശ്യമാണെന്ന് അവർ വാദിച്ചു. എന്നാൽ മാത്യു സാർ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെച്ചത്. സർ, വിശ്വംഭരൻ ചെയ്തത് ഗുരുതരമായ തെറ്റാണ്. അതിന് ശിക്ഷ ലഭിക്കുക തന്നെ വേണം. എന്നാൽ നിയമത്തിന്റെ ലക്ഷ്യം ശിക്ഷ മാത്രമല്ല, പരിവർത്തനം കൂടിയാണ്. അയാൾ ഇപ്പോൾ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നുണ്ട്. അയാളുടെ പരസ്യമായ ഏറ്റുപറച്ചിൽ ഒരു സാധാരണ ശിക്ഷയേക്കാൾ വലിയ പാഠമാണ് സമൂഹത്തിനും മറ്റുദ്യോഗസ്ഥർക്കും നൽകിയത്. അയാളെ പൂർണ്ണമായി നശിപ്പിക്കുന്നതിനു പകരം അയാളുടെ ഈ മാറ്റത്തെ ക്രിയാത്മകമായി ഉപയോഗിച്ചുകൂടെ? 1 വർഷത്തിനു ശേഷം തൃശ്ശൂരിലെ ആ തെരുവിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിരുന്നില്ല. പക്ഷേ അവിടുത്തെ അന്തരീക്ഷത്തിൽ ഒരു മാറ്റമുണ്ടായിരുന്നു. കൃഷ്ണൻ ഇപ്പോഴും തൻ്റെ ചെറിയ പച്ചക്കറി തട്ടുമായി അവിടെ തന്നെയുണ്ട്. പക്ഷേ പഴയ നിസ്സഹായതയുടെ സ്ഥാനത്ത് ഇന്ന് അയാളുടെ മുഖത്ത് ആത്മവിശ്വാസവും ആത്മാഭിമാനവുമുണ്ട്. ചുറ്റുമുള്ള കച്ചവടക്കാരും നാട്ടുകാരും അവരെ ബഹുമാനത്തോടെ നോക്കുന്നു. അതിജീവനത്തിൻ്റെ ഒരു പ്രതീകമായി അയാൾ മാറിയിരുന്നു. രാധികയുടെ പ്രൊജക്ട് മൈത്രി ഒരു വിജയമായി. അത് സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചു. പ്രതികാരത്തിൻ്റെ പാത വെടിഞ്ഞ് സംയമനത്തിൻ്റെ വഴി തിരഞ്ഞെടുത്ത ഒരു യുവ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവൾ ബഹുമാനം നേടി. ദൂരെ ഒരു ഗ്രാമീണ സ്റ്റേഷനിൽ ഹെഡ് കോൺസ്റ്റബിൾ വിശ്വംഭരൻ തൻ്റെ ജോലി തുടർന്നു. ഒരു ദിവസം സ്റ്റേഷന് മുന്നിൽ സമാനമായ ഒരു സംഭവം അരങ്ങേറി. ഒരു മേലുദ്യോഗസ്ഥൻ ഒരു പാവപ്പെട്ട കർഷകനോട് തട്ടിക്കയറുന്നു. വിശ്വംഭരൻ അവിടേക്ക് ചെന്നു. അയാൾ മേലുദ്യോഗസ്ഥനെ ധിക്കരിച്ചില്ല. പകരം ശാന്തമായി ഇരുവരോടും സംസാരിച്ച് പ്രശ്നം രമ്യമായി പരിഹരിച്ചു. സംരക്ഷിക്കാനാണ് തൻ്റെ അധികാരമെന്ന് അവൻ പൂർണ്ണമായി പഠിച്ചു കഴിഞ്ഞിരുന്നു. അയാളുടെ പരിവർത്തനം ശാശ്വതമായിരുന്നു. ഒരു വൈകുന്നേരം തൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ പോകുമ്പോൾ രാധിക അച്ഛൻ്റെ തെരുവ് മുറിച്ച് കടന്നു. കൃഷ്ണൻ ഒരു കസ്റ്റമറോട് ചിരിച്ച് സംസാരിക്കുന്നത് അവൾ കണ്ടു. അപ്പോൾ അതുവഴി കടന്നുപോയ ഒരു പോലീസ് പെട്രോളിംഗ് ജീപ്പിലെ ഡ്രൈവർ കൃഷ്ണനെ നോക്കി സ്നേഹത്തോടെ ഒന്ന് കൈവീശി. കൃഷ്ണൻ തിരിച്ചും. അതൊരു സാധാരണ കാഴ്ചയായിരുന്നു. പക്ഷേ ആ സാധാരണത്വത്തിനു പിന്നിൽ അവർ നേടിയെടുത്ത അസാധാരണമായ ഒരു വിജയമുണ്ടായിരുന്നു. ധീരവും ദയയുള്ളതുമായ ഒരു ചെറിയ പ്രവൃത്തികളിലൂടെ മുന്നോട്ടു പോകുന്ന ഒരു യാത്ര. ആ ശാന്തമായ തിരിച്ചറിവിൽ അവളുടെ മനസ്സ് നിറഞ്ഞു. ആകാശത്ത് അസ്തമയ സൂര്യൻ നീതിയുടെ പുതിയ പ്രഭാതത്തിനായി വഴിമാറുകയായിരുന്നു. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഹൃദയസ്പർശിയായ കഥകൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.